സുപ്രിയയും ഹരിപ്രസാദും തമ്മിലുള്ള കല്യാണം ഉറപ്പിക്കുന്ന ഹരിയുടെയും സുപ്രിയയുടെയും മാതാപിതാക്കൾ. സുപ്രിയയുടെ മനസ്സിലെന്തോ വിഷമമുള്ളതായി രവികുമാർ മനസ്സിലാക്കുന്നു. കാരണം ചോദിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന സുപ്രിയ. യതീന്ദ്രനെ വഴിയിൽ തടയുന്ന അജിത്ത്. അവിടെ എത്തുന്ന ബാബുജി. നന്ദനെയും ഉദയനെയും വകവരുത്താൻ കൊടുത്ത കൊട്ടേഷന്റെ ബാക്കി പണം ചോദിക്കുന്നു. എതിർക്കുന്ന യതീന്ദ്രൻ. ബാക്കി പണം കിട്ടിയില്ലെങ്കിൽ യതീന്ദ്രനെയും ഭാര്യയെയും കൊല്ലുമെന്ന ബാബുജിയുടെ ഭീഷണി. ഇനി തുടർന്ന് കാണുക. ഒരിക്കൽ കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ചത് മരിക്കണമെന്ന് ഉറപ്പിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ എന്നായിരുന്നു എന്ന്? മറക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. നമ്മുടെ കല്യാണം മുടങ്ങിയ ദിവസമല്ലേ. ആ ദിവസങ്ങളുടെ ഷോക്ക് ഇപ്പോഴും മനസ്സിന്ന് മാറിയിട്ടില്ല. സുമിത്രാമ്മ എന്തിനെന്റെ കല്യാണം മുടക്കിയെന്ന് ആദ്യം മനസ്സിലായതേയില്ല. വൈകിട്ട് പനിക്കൽ അതേ ചൊല്ലി ഒച്ചയും ബഹളവും ഉണ്ടായി. അപ്പം മാത്രമാണ് അറിയുന്നത്, അന്ന് വരെ പെറ്റമ്മയെന്ന് കരുതിയിരുന്ന സുമിത്രാമ്മയല്ല എന്റെ സ്വന്തം അമ്മയെന്ന്. എനിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു ആ പുതിയ വാർത്ത. ആത്മഹത്യ ചെയ്യാനാ തോന്നിയത്. അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ ബോധം വന്ന പറയുന്നു അച്ഛനെയാണ് മരണം കൂട്ടിക്കൊണ്ടുപോയതെന്ന്. പിന്നെ ഒരു തരം മരവിപ്പായിരുന്നു. കുറെ നാൾ അങ്ങനെ പോയി. ഉദയനൂർ വന്നതാണ് തന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. ഉദയന്നൂർ കോവില കാണാൻ എന്റെ അമ്മ വീട് നിറഞ്ഞപ്പോ തേടി പിടിച്ച് അവിടെ എത്തി എന്റെ കാര്യം അവതരിപ്പിച്ചത് ആരായിരുന്നു? അതെന്റെ ദൗത്യമാണെന്ന് അന്ന് തോന്നി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അവിടെയും പ്രശ്നങ്ങൾക്ക് കുറവുണ്ടായിരുന്നില്ല. തുടക്കത്തിൽ ശക്തമായ എതിർപ്പുമായി നിന്നത് അമ്മയായിരുന്നു. ഇതാണോ എന്നെ പ്രസവിച്ച ആളെന്ന് വരെ സംശയം തോന്നി. പിന്നെ മനസ്സിലായത് അമ്മയുടെ നിലനിൽപ്പിന്റെ ഭാഗമായിരുന്നു അതെന്ന്. അത്രയ്ക്ക് സമ്മർദ്ദം ഉണ്ടായിരുന്നു അശ്വിന്റെ അച്ഛന്റെ ഭാഗത്തുനിന്ന്. രണ്ടാനച്ഛൻ, അതിലെ പുള്ളിയുടെ സ്ഥാനപ്പേര്. ഇത്ര ബോറായൊരു വാക്ക് മലയാളത്തിൽ വേറെ ഉണ്ടാവില്ല. ഭാര്യയുടെ ആദ്യ ബന്ധത്തിലെ കുട്ടികളെ ആത്മാർത്ഥത്തോടെ സ്നേഹിക്കുന്ന ആണുങ്ങളും ഉണ്ട്. അത് ആണുങ്ങളുടെ കാര്യമല്ലേ? അശ്വിന്റെ അച്ഛനെ ആ ഗണത്തിൽ പെടുത്താമോ? അറിയില്ല. ഒന്ന് മാത്രം അറിയാം, ജീവിക്കണമെന്ന വാശി ഇപ്പൊ എന്റെ ഉള്ളിൽ കുറെ കൂടി സ്ട്രോങ് ആയിട്ടുണ്ട്. എന്റെ ബലമായ സംശയം അതൊരു ആസൂത്രിതമായ അപകടമാണെന്ന് തന്നെയാ. എങ്കിൽ ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? പോലീസ് അന്വേഷിക്കല്ലേ. രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ ആക്സിഡന്റ് ആണ്. അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കേസിന് കിട്ടാതിരിക്കില്ല. ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. മരണത്തിന്റെ നിഴല് ആ ദിവസം നന്ദനയുടെ ഉദയവർമ്മയുടെ സമീപത്തുണ്ടായിരുന്നു. എറണാകുളത്തേക്ക് പോകാനായിരുന്നല്ലോ നിങ്ങളുടെ പരിപാടി. ഒരു യാത്ര ചോദിക്കലിന്റെ മൂഡിലായിരുന്നു റോഡിൽ വെച്ച് നിങ്ങൾ എന്നെ ഒന്ന് കണ്ടുപിരിഞ്ഞത്. നന്ദനെ ശ്രദ്ധിച്ചു കാണില്ല. ഉദയവർമ്മ എന്നോട് കല്യാണത്തിന്റെ ഗ്രീറ്റിംഗ്സ് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു. ഇനി സമയമുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചപ്പോ ഇഷ്ടന്റെ ഒരു കമന്റ് വന്നു. നാളെ കാണാൻ പറ്റിയില്ലെങ്കിലോ ഒന്ന്. പുള്ളിക്കാരൻ കാഷ്വലായിട്ട് പറഞ്ഞതാ. പക്ഷെ ആ വാക്കുകളില് ഒരു നെഗറ്റീവ് സൈൻ എനിക്ക് ഫീൽ ചെയ്തു. കുറെ സമയത്തേക്ക് അതെന്റെ മനസ്സിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി. ഒരു പോറൽ പോലെ ഏൽക്കാതെ രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ ഭാഗ്യം. പക്ഷേ ഒന്നും അറിയാത്ത രണ്ട് നിരപരാധികൾ ബലിയാടുകളായില്ലേ? എന്നും അത് മനസ്സിലൊരു വിങ്ങലായിരിക്കും. നമ്മൾ ഹെൽപ്ലെസ് അല്ലേ. ഇനി മുന്നോട്ടുള്ള ദൂരത്തെക്കുറിച്ച് ആലോചിക്കുക, അത്ര തന്നെ. ഞങ്ങളെക്കാൾ ഇപ്പോഴത് ആലോചിക്കേണ്ടതാരാ? കല്യാണ തീയതി അടുത്ത 21. അത് ഓർക്കുമ്പോ ഒരു ടെൻഷനാ. 21 എന്നുള്ള ഡേറ്റ് നീണ്ടുപോയതുകൊണ്ടാണോ? ഒരു ജോക്ക് ആസ്വദിക്കാനുള്ള മൂഡിലല്ല ഞാൻ. ഈ മൂഡ് ഓഫിന് ബൈ പറയേണ്ട സമയം കഴിഞ്ഞു. സുപ്രിയയെ വിളിക്കാറുണ്ടോ? എന്തിന്? ആഗോളതാപനത്തെ പറ്റി ചർച്ച ചെയ്യാൻ. ഇത് കുറച്ച് കഷ്ടാട്ടോ. എന്തായാലും ഞങ്ങൾക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു വിഷയമായി.
ചിലപ്പോ സഹതാപം തോന്നും ഹരിയേട്ടന്റെ കാര്യം ആലോചിക്കുമ്പോ. കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെൺകുട്ടിക്ക് ഫോൺ ചെയ്യുന്ന എന്തിനാണെന്ന് ഇന്ന് ഏതെങ്കിലും ചെറുപ്പക്കാരൻ ചോദിക്കോ? കാഴ്ചയിലും മെച്ചൂരിറ്റി ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ ഹരിപ്രസാദിന് പക്വത പോരാന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ആത്മസുഹൃത്തുക്കളെന്ന് പറയാനും ആരും ഇല്ലാന്ന് തോന്നുന്നു. ഇതുപോലുള്ള സന്ദർഭങ്ങളിലാണ് നല്ല കൂട്ടുകാരുടെ ആവശ്യം മനസ്സിലാവുക. ഈ പറയുന്ന ആൾക്ക് എത്ര നല്ല കൂട്ടുകാരുണ്ട്. ഓ, അത്യാവശ്യത്തിന് സൗഹൃദങ്ങളൊക്കെ ഉണ്ട്. CI സജികുമാർ, JP, അവരൊക്കെ ഞാൻ ആ ലിസ്റ്റിലാണ് പെടുത്തിയിരിക്കുന്നത്. ഹരിപ്രസാദിന്റെ നല്ല സുഹൃത്താണ് താനെന്നല്ലേ അവകാശവാദം. ചില അഡ്വൈസുകളൊക്കെ കൊടുക്കാവുന്നേ ഉള്ളൂ. ഈ പറയുന്ന ആളും ആ നല്ല സുഹൃത്തിപ്പെടില്ലേ? പറയുന്ന ആളെന്ന് വെച്ചാൽ ആരെയാ ഉദ്ദേശിക്കുന്നത്? ആരെന്ന് പറ, ഉദ്ദേശിച്ച ആരാന്ന് ഞാനും അറിയട്ടെ. ഞാൻ ആരെയും ഉദ്ദേശിച്ചിട്ടില്ല. തീർന്നല്ലോ. തീർന്നില്ലെങ്കിലോ? എനിക്ക് അടുക്കളയെ കുറച്ച് പണിയുണ്ട്, അത് തീർത്തിട്ട് വരാം. അങ്ങനെ അങ്ങ് ഓടിപ്പോയാലോ? നിന്നേ. ആക്സിഡന്റിന്റെ കാര്യത്തില് ഹരിപ്രസാദിന്റെ നിഗമനം ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. നമ്മളത് നേരത്തെ സംസാരിച്ചതാ. നമ്മുടെ മനുഷ്യരുടെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും മനസ്സിൽ ചില ഇൻഡ്യൂഷൻസ് ഉണ്ടാവും. മരണത്തിന്റെ നിഴല് അന്ന് നമ്മുടെ സമീപത്തുണ്ടായിരുന്നു ഹരിപ്രസാദ് പറഞ്ഞില്ലേ? ശരിയാണ്. എറണാകുളത്തേക്ക് പോവാനായി അന്ന് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാർത്തികയോട് യാത്ര പറഞ്ഞ് ഓർക്കുന്നു. അങ്ങനെ ഒരു പതിവ് നമുക്കില്ലാത്തതാ. ആ ദിവസം എന്തോ അങ്ങനെ തോന്നി. ചിലപ്പോൾ അത് യാദൃശ്യമായിരിക്കാം. പക്ഷേ അതിലൊരു വാസ്തവത്തിന്റെ അംശമുണ്ട്. സൂയിസൈഡ് പോയിന്റിൽ വെച്ച് നമ്മൾ സംസാരിച്ചതും മരണത്തെക്കുറിച്ച്. സത്യം. ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത പോലെ കാറ് കേടായത് രക്ഷയായത്. നമ്മുടെ രക്ഷ ആ മെക്കാനിക്കിനും അയാളുടെ വൈഫിനും ശിക്ഷയായി. അയാൾ അനിയനോട് എന്നെ വന്നൊന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും നല്ലൊരു ജോലി കൊടുക്കണം. ഇതിപ്പം മാർച്ചായില്ലേ. കുട്ടികളെ അടുത്ത അക്കാഡമിക് ഇയറിൽ പുതിയ സ്കൂളിലേക്ക് മാറ്റാൻ ഏർപ്പാട് ചെയ്യണം. അവരുടെ വീട്ടുകാർക്ക് വേറെ പരാതിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവർക്ക് കാര്യം മനസ്സിലായി. സംഭവിച്ചത് വെച്ച് മുതലെടുക്കാൻ ആഗ്രഹിക്കുന്നവരുമല്ല. നമ്മുടെ ബന്ധുക്കളല്ലല്ലോ, അതുകൊണ്ടാണെന്ന് വിചാരിക്കാം. CI സജികുമാർ അന്വേഷണത്തിന്റെ കാര്യം വല്ലതും പറഞ്ഞോ? ഇല്ല. സമയമാകുമ്പോൾ അയാൾ പറയട്ടെ. അങ്ങോട്ട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. ഒരു അന്വേഷണത്തിന്റെ പരിധിയിൽ വരാത്ത ഒരു സത്യമുണ്ട്. എന്താ അത്? ആരുടെയോ പ്രാർത്ഥനയുടെ ഫലമായി അല്ലെങ്കിൽ ഏതോ അനുഗ്രഹം കാരണം അപകടം വഴുതി മാറി. എന്നാൽ ആക്സിഡന്റിന്റെ തൊട്ടടുത്ത് വരെ എത്തിച്ചൊരു സമയദോഷമുണ്ട്. അതിന് കാരണം ഞാനാ. എന്റെ ജാതകദോഷമാ. എനിക്കും എന്റെ കൂടെയുള്ളവർക്കും അതിന്റെ പ്രശ്നങ്ങൾ ബാധകമാ. അത് അനുഭവം. ഒരു സെക്കൻഡ്. ആ ജാതകം എടുത്തു തരൂ. എന്തിനാ? വലിച്ചെറിഞ്ഞു കളയാനാ? ഞാൻ പറയുന്നത് കേൾക്കണ്ട. ഇത്ര നോൺസെൻസ് ആവർത്തിക്കരുത് ഇനി. തന്റെ ജാതകദോഷം കൊണ്ട് പൊലിഞ്ഞു പോയത് ഏതോ 2 പാവങ്ങളുടെ ജീവൻ. തകർന്നു പോയത് ഇന്ധനത്തിന്റെ ശക്തി കൊണ്ട് മാത്രം ഓടുന്നൊരു കാർ. ഇനിയിപ്പോ ആ കാറിന്റെ ജാതകത്തിലും ദോഷമുണ്ടെന്ന് പറയൂ? ഇറ്റ്സ് ഓക്കെ, സാരമില്ല. അടുക്കളയ്ക്ക് പോവല്ലേ, ഒരു ലെമൺ ടീ കിട്ടിയാ കുടിക്കും. അതെ, ഞാൻ പറഞ്ഞൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കണ്ട. നരസിംഹാവതാരം എന്തിനാണോ വരുന്നത്? അമ്മാവ, അല്ല അമ്മാവൻ തനിച്ചേ ഉള്ളോ? എനിക്ക് ഇങ്ങോട്ട് വരാൻ അംഗരക്ഷകർ വേണമെന്നുണ്ടോ? യതീന്ദ്രനില്ലേ? രാവിലെ പോയി. കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഇന്ന് നല്ല തിരക്കുള്ള ദിവസം. യതിയേട്ടൻ ചെന്നില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. ജോലിക്കാരുടെ കൂടെ നിൽക്കണം. അയാളുടെ ഉത്തരവാദിത്വമല്ലേ? യതിയേട്ടൻ മാത്രമല്ല ഉത്തരവാദിത്തമുള്ള ആള്. ഉദയനോടും പറയണം കൂടെ ചെല്ലാൻ, അല്ലെങ്കിൽ കൂടെ വിളിച്ചോണ്ട് പോണം.
അതെ, അമ്മാവനിതെന്താ ഒന്നും അറിയാത്ത പോലെ. ഭാര്യയ്ക്ക് അകമ്പടി സേവിക്കല ഉദയേട്ടൻ ഇപ്പൊ പ്രധാന ജോലി. അകമ്പടി സേവിക്കാൻ നന്ദനയ്ക്ക് പുതിയ പദവി വല്ലതും കിട്ടിയോ? സത്യത്തിൽ നന്ദന ജ്യേഷ്ഠത്തിയാണെങ്കിലും പ്രായത്തിൽ കാർത്തികയാ മൂത്തത്. ആ കുട്ടി എന്തെങ്കിലും അറിവില്ലായ്മ കാണിച്ചാൽ ചൂണ്ടിക്കാണിക്കേണ്ടതും തിരുത്തേണ്ടതും നീയാ. ഞാൻ നന്ദനെ തിരുത്താനോ? അമ്മാവൻ എന്തറിഞ്ഞിട്ടാ? പിന്നെ വെച്ചേക്കോന്ന് കരുതുന്നുണ്ടോ? അത്രയ്ക്ക് കുഴപ്പക്കാരിയാണോ ആ കുട്ടി? ഞാനായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ അത് മതി ഇവിടെ ലഹളയുണ്ടാവാൻ. ഓ, അങ്ങനെയാണോ? എന്നിട്ട് എവിടെ ഉദയനും നന്ദനയും? അകത്തുണ്ട്. അമ്മാവൻ വന്ന വിവരം അറിഞ്ഞില്ല. ഞാനിപ്പോ എത്തിയുള്ളൂ. ഇരിക്കും. പത്രം വായന എന്നൊരു ദുശീലം ഉള്ളതുകൊണ്ട് ചില വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞു. കാറപകടത്തിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. പ്രതാപട്ട ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അപ്പോ വിവരം അമ്മാവനെ അറിയിച്ചു കാണുന്നു കരുതി. എന്തിനും ന്യായങ്ങളുണ്ട്. നന്ദനയ്ക്ക് ഇപ്പോ ഓഫീസിൽ പോക്കില്ലേ? ഉണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തോണ്ട് ഉച്ചയ്ക്ക് ശേഷമേ പോകുന്നുള്ളൂ. ഉദയന് പല കാര്യങ്ങളും ശ്രദ്ധ പോരെന്നൊരു പരാതി കേട്ടു. യതീന്ദ്രൻ ഉടനെ ഞാൻ വരുമോ ഇങ്ങോട്ട്? അമ്മാവൻ വന്ന വിവരം ഞാൻ വിളിച്ചറിയിക്കാം. വേണ്ട. എങ്കിൽ ഇന്നിനി അയാളെ നോക്കണ്ട. ചേട്ടനും അനിയനും ഒരുമിച്ചുള്ളപ്പോൾ സംസാരിക്കേണ്ട വിഷയ. സാരമില്ല. യതീന്ദ്രന്റെ പ്രതീക്ഷയായി ഭാര്യയുണ്ടല്ലോ. 6 മാസം മുമ്പ് ഞാൻ ഇതുപോലെ ഇവിടെ ഒന്ന് വന്നിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ 6 മാസവും 12 ദിവസവുമായി. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ആവോ? മറന്നിട്ടില്ല. അമ്മയുടെ കാര്യം പറയാൻ വേണ്ടിയാ അന്ന് അമ്മാവൻ വന്നത്. ഒരാൾക്കെങ്കിലും ഓർമ്മയുണ്ട്. ആശ്വാസം. എന്നിട്ട് എന്തായെന്ന് കൂടി നന്ദന പറ. അന്നേരം അമ്മ അമ്മാവന്റെ വീട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അവിടുന്ന് ഫോൺ വന്നു. അമ്മ എലിഞ്ഞിക്കൽ നിന്നും പോയെന്നറിഞ്ഞുകൊണ്ട്. ഉദയന്റെ ഇരിപ്പ് കണ്ടാത്തൊന്നും മറ്റാരുടെയോ കാര്യമാണ് ഇവിടെ പറയുന്നതെന്ന്. വസുന്ധരയെ കുറിച്ച്, നിന്റെ അമ്മയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പറയാനല്ല, അറിയാനാ ഉള്ളത്. നിങ്ങൾ മക്കൾക്കും മരുമക്കൾക്കും അവൾ ആരും അല്ലായിരിക്കും. പക്ഷേ എനിക്ക് എന്റെ പെങ്ങള് വലുതാ. അമ്മയെ ഞങ്ങൾ അങ്ങനെയല്ല കരുതിയിട്ടുള്ളത്. വിലപ്പെട്ട ആള് തന്നെയാ. എന്നിട്ടാ വിലപ്പെട്ട ആൾ എവിടെ? വീട് വിട്ടു പോയിട്ട് ഇത്രയും നാളായി. ഏതോ സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷിക്കുന്നു എന്നൊക്കെ അന്ന് കേട്ടു. അതെന്തായി? അതോ ഇൻസ്പെക്ടർ നാട് വിട്ടുപോയോ? എന്റെ സ്നേഹിതനാണ് CA സജികുമാർ. അയാൾ അന്വേഷണം തുടരുന്നുണ്ട്. വസുന്ധരയെ മാത്രം കണ്ടുകിട്ടിയില്ല. എന്താ ഉദയ ഇത്? ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ നിൽക്കാൻ നിനക്കെങ്ങനെ കഴിയും? അതോ വസുന്ധര തിരിച്ചു വരരുതെന്നാണോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? അമ്മാവാ, ഒരു കണക്കിന് അതായിരിക്കും നല്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും. അവളില്ലെങ്കിൽ പിന്നെ ഒന്നും പേടിക്കണ്ടല്ലോ. ആരെയും അനുസരിക്കണ്ട. 2 മക്കൾക്കും അവരുടെ ഭാര്യമാർക്കും തോന്നുന്നത് പോലെ എന്തു ആവാം. തമ്മിൽ മത്സരിക്കാം, അടികൂടാം. അയ്യോ, ഞങ്ങൾ ആരുമായിട്ടും വഴക്ക് കൂടാൻ പോകുന്നില്ല. ഇങ്ങോട്ട് വഴക്കം കൊണ്ട് വന്നാലും ക്ഷമിക്കും. അങ്ങനെയാ എന്നെ വളർത്തിയത്. മതി മതി. ആ കാര്യങ്ങളൊക്കെ അടുത്ത വീട്ടിലെ താമസക്കാർക്ക് അറിയാം. എനിക്ക് ചോദിക്കാനുള്ളത് ഉദയനോടാണ്. മറുപടി പറയാൻ നന്ദനയ്ക്കും ബാധ്യതയുണ്ട്. നിങ്ങളുടെ ദാമ്പത്യത്തിലെ കല്ലുകടികൾ കാരണമാണ് വസുന്ധര പിണങ്ങിപ്പോയത്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു. പക്ഷേ വസുന്ധരയോ? അവളെവിടെ? അമ്മയെ ഒഴിവാക്കാനായി മകനും ഭാര്യയും ചേർന്ന് നടത്തിയൊരു നാടകമാണോ അന്നത്തെ ആ പിണക്കം? നാടകത്തിന്റെ ആളാണല്ലോ ഉദയൻ. അമ്മയെ കാണാത്തതിൽ ഞങ്ങൾക്കെല്ലാം വിഷമമുണ്ട്. അതിന്റെ പേരില് അമ്മാവൻ ഇങ്ങനെ സംസാരിക്കുന്ന ക്രൂരോ?
നന്ദനയോ ഞാനോ മനസ്സിൽ പോലും ആലോചിക്കാത്ത കാര്യ അമ്മാവൻ ഈ പറയുന്നത്. ഞാനൊന്നും പറയാതിരിക്കാം. എന്റെ പെങ്ങൾ എവിടെയെന്ന് കാണിച്ചതാ, അല്ലെങ്കിൽ പറഞ്ഞതാ? ജീവിച്ചിരിപ്പുണ്ടോ എന്നെങ്കിലും അറിയണ്ടേ? അഥവാ ഇല്ലെങ്കിൽ അതിനു വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യണ്ടേ? അമ്മാവാ, അമ്മാവന്റെ ദേഷ്യത്തിന് കാരണം മനസ്സിലാക്കാം. പക്ഷെ ഇങ്ങനെ കുറ്റപ്പെടുന്നത് കേൾക്കുമ്പോ ഞാൻ ദേഷ്യപ്പെട്ടെന്ന് ആര് പറഞ്ഞു? വിഷമം കൊണ്ടാ സംസാരിച്ചത്. പ്രായം എത്രയായെങ്കിലും വസുന്ധര എന്റെ ഇളയ പെങ്ങളാ. ഞങ്ങൾ കൂടപ്പിറപ്പുകളിൽ ഒരേ ഒരു സഹോദരി. നിങ്ങൾ വളർന്നതുപോലെ ലോഡ്ജ് മുറിയിലെ താമസക്കാരെ പോലെ അല്ല ഞങ്ങളുടെ കുട്ടിക്കാലം കഴിച്ചു കൂട്ടിയത്. വരുന്ന 2 ആഴ്ച ചില തിരക്കുകളുണ്ട്, അതൊന്ന് കഴിഞ്ഞോട്ടെ. അമ്മ എവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിക്കും. പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ. ഇനിയിപ്പം നാണക്കേടിന്റെ കാര്യം നോക്കുന്നില്ല. ഈ ആവേശം ആത്മാർത്ഥമാണെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. നീ ഈ പറഞ്ഞ 2 ആഴ്ച കഴിഞ്ഞ് ഉദാസീനത തുടരുകയാണെങ്കിൽ ഞാൻ ഇറങ്ങും വസുന്ധരയെ കണ്ടുപിടിക്കുകയും ചെയ്യും. ഒരു കാര്യമേ ഉള്ളൂ, പിന്നവൾ ഈ വീട്ടിലേക്കായിരിക്കില്ല വരുന്നത്, ഇലഞ്ഞിക്കൽ കോവിലകത്തേക്കായിരിക്കും. ഇഷ്ടകാലം താമസിക്കുന്നതും അവിടെയായിരിക്കും. അമ്മയെ കാണാനാണെന്ന് പറഞ്ഞ് ഒരൊറ്റയാളും അങ്ങോട്ട് വന്നേക്കരുത്. മക്കളായാലും ശരി, മരുമക്കളായാലും ശരി, ആ മുറ്റത്ത് കാലുകുത്താൻ സമ്മതിക്കില്ല ഞാൻ. ഓർത്തോ? ശരി, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ബാംഗ്ലൂരിൽ നിന്ന് അമ്മയാ വിളിച്ചത്. വിദ്യേച്ച ഉടനെ നാട്ടിലേക്കില്ലേ? ഏപ്രിൽ കഴിയുന്നു. മുത്തശ്ശിയെ പറ്റി സംസാരിക്കായിരുന്നു അമ്മ. ആരെ വിശ്വസിക്കണം, ആരെ സംശയിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? ഭാസ്കരക്കുറിപ്പ് പറഞ്ഞതിൽ സത്യമുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ മരണത്തിന് പിന്നിൽ നമ്മൾ സംശയിച്ച പോലെ ആരോ ഉണ്ട്. എനിക്കിത് ഉൾക്കൊള്ളാനാവുന്നില്ല. സേതുലക്ഷ്മി കുഞ്ഞമ്മയുടെ കൂടെ പനക്കിൽ വന്നപ്പോഴാ മുത്തശ്ശി ഞാൻ ആദ്യം കാണുന്നത്. ആരെ കണ്ടാലും എഴുന്നേറ്റ് നിന്ന് തൊഴാൻ തോന്നുന്ന പ്രൗഢിയായിരുന്നു ആ മുഖത്ത്. ആരെ അനുസരിപ്പിക്കാൻ പോരുന്ന ഒരു ആജ്ഞാഭാവം ആ മുഖത്തുണ്ടായിരുന്നു. കുഞ്ഞമ്മയുടെ മരണത്തോടെയാ മുത്തശ്ശി വീണുപോയത്. പിന്നെ എഴുന്നേറ്റിട്ടില്ല. ആ മുത്തശ്ശി ഇല്ലാതാക്കോന്നൊക്കെ പറഞ്ഞോ? അസുഖം ഭേദാവാതെ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് ദയാവധം നടത്തിയെന്നല്ലോ. മുത്തശ്ശിയുടെ അസുഖം കുറഞ്ഞു വരുമായിരുന്നു എന്നല്ലേ ഭാസ്കരക്കുറിപ്പ് പറഞ്ഞത്? സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അത്രേ. രോഗം മാറി മുത്തശ്ശി എണീറ്റാൽ ആർക്കാണ് അവര് കാരണം പ്രശ്നം ഉണ്ടാവുക? അവരെയാണ് സംശയിക്കുന്നത്. ജഗന്നാഥേട്ടൻ, രഘുനാഥൻ, വിദ്യേച്ചി, 3 മക്കൾക്ക് പുറമെ മരുമക്കളായി പ്രതാപേട്ടനും പ്രതിഭയും പിന്നെ രാധികർത്തി. ഇത്രയും പേരാണല്ലോ ഉദയന്നൂരിലെ ഡയറക്റ്റ് റിലേറ്റീവ്സ്. അവരിൽ ആർക്കെങ്കിലും മുത്തശ്ശി ശല്യമായിരുന്നു? കോവിലകത്തെ സ്വത്തിനെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായിരുന്നു. സ്വത്തുള്ള പല കുടുംബങ്ങളിലും തർക്കങ്ങൾ പതിവാണ്. എന്നുവെച്ച് അതിന്റെ പേരിൽ തറവാട്ടിൽ ഏറ്റവും മുതിർന്ന അംഗത്തെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാ ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് അമ്മ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? ഉദയന്നൂർ ഒന്നുകൂടി പോയാലോ എന്ന് ആലോചിക്ക. മറ്റൊരു വിവരം അമ്മ ഇപ്പൊ പറഞ്ഞു. എന്താ? പാരമ്പര്യമായി അമ്മയ്ക്ക് കിട്ടിയ കുറെ സ്വർണം ഉണ്ടായിരുന്നു പോലും. അത് എനിക്ക് തരണമെന്ന് പറഞ്ഞ അമ്മ മുത്തശ്ശി ഏൽപ്പിച്ചതാണത്രേ. ഇപ്പോഴെങ്ങുമല്ല, പണ്ട് അമ്മ ഉദയന്നൂരിന്ന് അശ്വിന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോയ സമയത്ത്. ആ സ്വർണം എനിക്ക് കിട്ടിയിട്ടില്ല. അത് പിന്നെ എവിടെ പോയെന്ന് അമ്മ ചോദിക്കുന്നത്. അതിന്റെ സത്യം അറിയണം. എനിക്ക് കുറെ ആഭരണങ്ങൾ വേണ്ടിയിട്ടല്ല, എന്നാലും ആരാണ് ഇടയിൽ നിന്നത് കൈവശപ്പെടുത്തിയെന്ന് അറിയണം. വിദ്യേച്ചി ഏൽപ്പിച്ച ഗോൾഡിനെ പറ്റി മുത്തശ്ശി തന്നോടൊന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല.
അമ്മ ഇപ്പൊ പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത്. എന്റെ ബലമായ വിശ്വാസം മുത്തശ്ശി കിടപ്പിലായതിനു ശേഷം ആ സ്വർണത്തിനും എന്താ സംഭവിച്ചിട്ടുണ്ടെന്നാ. എന്താ ഒന്നും പറയാത്തെ? ഉദയന്നൂരിലെ കാര്യങ്ങൾ പുറമേ നിന്ന് മാത്രം കണ്ടിട്ടുള്ള ആളാ ഞാൻ. വെറുതെ അഭിപ്രായം പറഞ്ഞതിൽ അർത്ഥമില്ല. അങ്ങനെ സ്റ്റേറ്റ്മെന്റ്സ് നടത്തേണ്ട വിഷയമല്ല. എങ്കിലും എന്തൊക്കെയോ നിഗൂഢതകളുണ്ടെന്ന് എനിക്കും തോന്നുന്നു. ഞാനൊന്ന് അവിടെ വരെ പോയിക്കോട്ടെ. ഉം. എന്റെ കൂടെ വരാവോ? ഇപ്പൊ വേണ്ട. ആവശ്യം വരുമ്പോ കൂടെ ഉണ്ടാവും. ഉം.